ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഈ സമ്പൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെ മുഴുവൻ വിലയിരുത്തി തുടർന്നുള്ള നിയമ നടപടികളിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇതേ ടീം തന്നെ, അതായത് ഇന്നലെ ശ്രീ കപിൽ സിബലിനെ കണ്ടിരുന്നു, ഹാജ് ബിരാൻ, നമ്മുടെ സമദാനി സാഹിബും PV അബ്ദുൽ വഹാബ് സാഹിബും വളരെ വിശദമായി ഞങ്ങൾ ഇതിൻ്റെ എല്ലാ സാധ്യതകളെപ്പറ്റിയും സംസാരിക്കുകയുണ്ടായി. ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പലതരം പ്രശ്നങ്ങൾ ഇതിൽ അന്തർലീനമാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇതിൽ വളരെ വ്യക്തമായിട്ട് നേരത്തെ നാട്ടിൽ ഉണ്ടായിരുന്ന നമ്മുടെ നിയമം 1991 ആരാധനാലയങ്ങളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച നിയമം, ആ നിയമത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ബോധപൂർവമായൊരു നീക്കം ഇതിൻ്റെ ഇടയിലുണ്ട്. കാരണം ആ നിയമം ഉള്ള സാഹചര്യത്തിൽ ഇത്തരമൊരു സംഗതി തന്നെ അനുവദിക്കാൻ പാടില്ലാത്തൊരു സംഗതിയായിരുന്നു. അപ്പോൾ ആ ഒരു നിയമപ്രശ്നം ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ആർട്ടിക്കിൾ 25 വലിയ വയലേഷനുണ്ട്. വിശ്വാസപരമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽ റൈറ്റിൽപ്പെട്ട സംഗതിയാണ്. അതിലേക്കുള്ള ഒരു കടന്നുകയറ്റം, വളരെ ഗൗരവമായിട്ടുള്ള ഒരു എൻക്രോച്ച്മെൻറ്റ്, അത് ഇതിൻ്റെ ഭാഗമായിട്ട് ഉള്ള സംഗതിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഏത് വിധത്തിൽ ഇതിനോട് അപ്രോച്ച് ചെയ്യണമെന്ന കാര്യമൊക്കെ കുറച്ചുകൂടി നോക്കിയിട്ട് തന്നെ പറയാമെന്ന് വെച്ചിരിക്കുകയാണ്. അദ്ദേഹം തന്നെ കേസിൻ്റെ കാര്യത്തിൽ നമുക്ക് നേതൃത്വപരമായി പങ്കുവഹിക്കാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്ന പ്രകാരം നോക്കി ഏത് വിധത്തിലാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം ചോദിച്ചു. ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിയിൽ കേസ് നിലവിലുണ്ട്, അതിൽ കക്ഷി അതാണ് ഞാനതാ പറഞ്ഞു വന്നത്. അതായത് നിലവിലുള്ള ഒരു പെറ്റീഷന് കൂടെ ജോയിൻ ചെയ്യണമോ, അതല്ല ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത്, ഏതാണ് ലീഗലായിട്ട് കുറച്ചുകൂടി ശക്തി കിട്ടുക എന്ന കാര്യം കൂടി അദ്ദേഹം സംസാരിച്ചിട്ട് നമ്മൾ ഏതായിരുന്നാലും അത് കക്ഷി ചേരേണ്ടതാണ്, അങ്ങനെ അതല്ല ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകേണ്ടതാണ്, അങ്ങനെ അതിനൊക്കെ തന്നെ അദ്ദേഹം വലിയ ലോ ബോർഡാണ് ഇപ്പോൾ കക്ഷി കേസ് കൊടുത്തിരിക്കുന്നത്. ഈ കേസിൽ കക്ഷി ചേരാനാണോ? അങ്ങനെയല്ല, അല്ല, നിയമോപദേശം അവർ ആലോചിക്കണമല്ലോ. ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള പല നിയമ കുരുക്കുകളും ഇതിലുണ്ട്. അതിൽ ഏതിന് എങ്ങനെ അഡ്രസ്സ് ചെയ്യണം, എങ്ങനെ ബ്ലെൻഡ് ചെയ്യണം എന്നെല്ലാം നോക്കി വക്കീൽ അതിൻ്റെ സ്റ്റഡി ചെയ്തതിന് ശേഷം നമ്മളെ വിളിക്കും. നമ്മൾ അദ്ദേഹത്തെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം അത് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ വളരെ സന്തോഷപൂർവ്വം. അല്ല, അത് വന്നില്ല, അതിപ്പോൾ ഒരു 10-ാം തീയതി വരെ ഏറ്റവും നീട്ടിയല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകും. ഇനിയിപ്പോൾ അതിന് മുമ്പ് അറിയില്ല, അത് ഞാൻ പോകുന്നത് നമ്മളറിയില്ല, വിളിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അദ്ദേഹം പോവുകയാണ്, ഞാൻ അതല്ല വേറെ ടീമുണ്ടോയെന്ന് അറിയാം. ഞങ്ങൾ റിലാക്സ് ചെയ്ത് നമ്മൾ പോകും തീർച്ചയായിട്ടും. അതുപോലെ കോൺഗ്രസ് കോർപ്പറേറ്റ് സമിതി യോഗം അംഗീകരിച്ച പ്രമേയത്തിൽ 1991 നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നടപ്പിലായല്ലോ, ശരിക്കും പറഞ്ഞാൽ നിയമമായല്ലോ. അന്നിപ്പോൾ ഞാൻ പാർലമെൻറ്റിൽ സംസാരിച്ച് വരികയാണ്. ഈ 1991 നിയമം മരണത്തിൻ്റെയും ജീവൻ്റെയും നടുവിൽ നിൽക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ വളരെ വലിയൊരു പരിതാപകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. ആ നിയമം ഉണ്ടായത്തെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ ഈ കണ്ട ഒരു സംഗതി ഉണ്ടാവില്ല. ഇപ്പോൾ ഇവരുടെ ഐഡിയ എന്താണ്? സർവേക്ക് വേണ്ടി പറയുക, സർവേക്ക് വേണ്ടി പറഞ്ഞിട്ട് ആ സർവേയിൽ അവർ വിചാരിച്ച മാതിരി കണ്ടെത്തലുണ്ടാക്കുക. ആ കണ്ടെത്തലുണ്ടാക്കിയതിന് ശേഷം അതിൽ അവകാശവാദം ഉന്നയിക്കുക. എന്നിട്ട് എങ്ങനെയാണോ പണ്ട് ബാബരി മസ്ജിദ് സങ്കീർണമാക്കിയത് അതുപോലെ ഈ പ്രശ്നം സങ്കീർണമാക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ BHP ഇതുപോലൊരു ലിസ്റ്റ് ഉണ്ടാക്കി നേരത്തെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണോ പിന്നിൽ BHP RSS? അല്ല, ഇത് അതിനു വേണ്ടിയാണല്ലോ. ഇത് കൂടുതൽ പള്ളികളുടെ അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെ അവകാശം ഉന്നയിക്കാൻ വേണ്ടി ഇപ്പം തന്നെ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. ഇപ്പം തന്നെ അജ്മീർ അടക്കമുള്ള പിന്നെ പള്ളികൾ, ദർഗ, അതൊക്കെ തന്നെ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണോ ഇവിടെ ഉണ്ടാക്കിയത്, ഈ ബാബരി മസ്ജിദിൻ്റെ സംഗതിയിൽ രക്തച്ചൊരിച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതുപോലെ അതേ സ്വഭാവത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകാണ്. ജനങ്ങൾ തമ്മിലുള്ള സമാധാനപരമായ സൗഹൃദത്തോടുകൂടിയുള്ള ജീവിത സംവിധാനത്തെ തന്നെ തകർക്കുന്ന നടപടിയുമായിട്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ഗവൺമെൻറ് തന്നെയാണ്, ഞങ്ങളെന്ന് പറഞ്ഞു, പാർലമെൻറ്റ് പറഞ്ഞ കാര്യമാണ്, ഗവൺമെൻറ് തന്നെയാണ് ഇത്രയും തെറ്റായ കാര്യങ്ങൾക്ക് പ്രേരണ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവപരമായിട്ടുള്ള സംഗതിയാണ്.